ചേച്ചി ചീഞ്ഞു പോയി, ഒന്നും നടന്നില്ല അല്ലേ? ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന സ്റ്റെല്ലയെ നോക്കി മിത്ര കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? എല്ലാം ചോദിച്ചു വാങ്ങിയതല്ലേ? അവൾ വീണ്ടും കളിയാക്കി പറഞ്ഞു. അത് കേട്ടുകൊണ്ട് സേറ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് നടന്നു. അവൻ നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി നിന്നു. എന്താ ചേച്ചി? ചേച്ചി ആദ്യം നടന്നത് തന്നെയല്ലേ നടക്കാൻ ആഗ്രഹിച്ചത്? ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അതെല്ലാം അങ്ങ് വിശ്വസിക്കണം, എന്നിട്ട് എൻ്റെ ഇച്ഛായനെ തെറ്റിദ്ധരിക്കണം. ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇതൊക്കെ തന്നെയല്ലേ? ഇതിനു വേണ്ടിയിട്ടല്ലേ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്? സേറ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ സേറയെ നോക്കി. ചേച്ചിയുടെ ബുദ്ധിയൊക്കെ ചേച്ചിയുടെ കയ്യിൽ വെച്ചാൽ മതി. എനിക്ക് എൻ്റെ ഇച്ഛായനെ വിശ്വാസമാണ്. അത് ചേച്ചി വന്നിങ്ങനെ കാണിച്ചാൽ മാറുന്ന വിശ്വാസമൊന്നുമല്ല. പിന്നെ ചേച്ചി കാണിച്ച ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കുറേ സീരിയലിലും സിനിമയിലൊക്കെ ഓടിയതാ. പുതിയതെന്തെങ്കിലും ട്രൈ ചെയ്യാൻ എന്താ? നമ്മളൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ ചേച്ചി? അപ്പോൾ നമ്മുടെ ഐഡിയയും ന്യൂ ആയിരിക്കണം. അല്ലാതെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരുമാതിരി കണ്ട് മടുത്തൊക്കെ പൊക്കിക്കൊണ്ടുവന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ? അവൾ സ്റ്റെല്ലയെ കളിയാക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ക്രിസ്റ്റി ചിരിച്ചു. സ്റ്റെല്ലയ്ക്ക് തിരികെ അവളോട് ഒന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. ആണെങ്കിൽ ആകെ വിളറി വെളുത്ത് എല്ലാം കയ്യിൽ നിന്നും പോയ ഒരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. എന്നാലും എൻ്റെ ചേച്ചി, ഞാൻ പോയ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കി കൊച്ചുകള്ളി? അവൾ ചിരിച്ചുകൊണ്ട് സ്റ്റെല്ലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ വർത്തമാനമൊക്കെ കേട്ട് ക്രിസ്റ്റിക്കും മിത്രയ്ക്കും ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സ്റ്റെല്ലയാണെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിലും. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ചേച്ചിക്ക് പോകാലോ അല്ലേ? ചേച്ചി ഇങ്ങോട്ടേക്ക് ആരാ വിളിപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വിളിപ്പിച്ചവരോട് പോയി പറഞ്ഞേക്ക്, ഒരിക്കലും ഈ സേറയിൽ നിന്നും മരണത്തിൽ കൂടിയല്ലാതെ ക്രിസ്റ്റിയെ ആർക്കും അകറ്റാൻ കഴിയില്ല എന്ന് അവൾ ഉറപ്പോടെ സ്റ്റെല്ലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സ്റ്റെല്ല ആകെ നാണം കെട്ട് ഒന്നും മിണ്ടാനാകാതെ നിന്നു. പിന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഒന്ന് നിന്നെ, സേറ വിളിച്ചതും അവൾ വീണ്ടും നിന്നു. ചേച്ചിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും അവളത് എന്തിനാണെന്നുള്ള അർത്ഥത്തിൽ തിരികെ നോക്കി. ദേ, ഈ നിൽക്കുന്ന എൻ്റെ തെമ്മാടി ചെക്കൻ ഇതുവരെ എൻ്റെ മുൻപിൽ എന്നെ ഇഷ്ടമില്ലാത്തതുപോലെ അഭിനയിക്കായിരുന്നു. ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ഞാനതങ്ങ് പൊളിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇച്ഛായം പറഞ്ഞത് ചേച്ചിയും കേട്ട് കാണുമല്ലോ. ആ നെഞ്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്, വേറെ ഒരുത്തികൾക്കും അവിടെ സ്ഥാനമില്ലെന്ന്. പറഞ്ഞത് മനസ്സിലായോ സ്റ്റെല്ല ചേച്ചി? അവൾ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും സ്റ്റെല്ല ഒന്ന് ഭയന്നു. മുതിർന്നവരെ കൈവെക്കരുതെന്ന എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പം ഇവിടെ എൻ്റെ മമ്മി പറഞ്ഞത് ഞാനങ്ങ് മറക്കുക. സേറ അവളെ നോക്കി പറഞ്ഞതും സ്റ്റെല്ല ഭയത്തോടെ അവളെ നോക്കി. സേറ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അത് കണ്ട് ക്രിസ്റ്റിയും മിത്രയും ഒരുപോലെ ഞെട്ടി. സ്റ്റെല്ല കവളിൽ കൈവച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. സ്റ്റെല്ലയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഇത്രയെങ്കിൽ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇച്ഛായൻ്റെ പെണ്ണല്ലാതെ ആയിപ്പോവും. മേലാൽ ഇമാതിരി കൂതറ പരിപാടിയായിട്ട് ഈ പടി നിങ്ങൾ ചവിട്ടിയ ബന്ധവും പ്രായവും ഒക്കെ ഞാനങ്ങ് മറക്കും. അവൾ ദേഷ്യത്തോടെ അവൾക്ക് നേരെ കൈ ചൂണ്ടി. സേറ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവളെ ആദ്യമായിട്ടായിരുന്നു ക്രിസ്റ്റിയും ഇത്രയൊക്കെ ഇത്ര ദേഷ്യത്തോടെ കാണുന്നത്. പണ്ടേ ചേച്ചിക്ക് ചേട്ടനോടൊരു ചാട്ടം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരുമ്പോൾ അത് മാറുമെന്നാണ് ഞങ്ങളെല്ലാവരും കരുതി. പക്ഷേ ചങ്കരൻ ഇപ്പോഴും തെങ്ങിൽ തന്നെ. മിത്ര അവളെ കളിയാക്കി. ഡി, സ്റ്റെല്ല ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി. അവളുടെ ദേഷ്യം കണ്ടതും മിത്ര പെട്ടെന്ന് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ക്രിസ്റ്റി അപ്പോഴും ഒന്നും മിണ്ടാതെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത്രയായിട്ടും ഇവനെന്താ ഒന്നും അനങ്ങാത്തതെന്നുള്ള രീതിയിൽ അവൾ തലപൊക്കി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് തന്നെയാണ്. അത് കണ്ട് മിത്ര ചിരിച്ചു. അതെ, ചാട്ടവും ഭരണവും ഒക്കെ അങ്ങ് പുറത്ത്, ഇതിനകത്ത് വേണ്ട. സേറ സ്റ്റെല്ലയുടെ തോളിൽ ഞോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കൈകൾ താഴ്ന്നു. പിന്നെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. സേറ മാറൽ കൈകൾ കെട്ടി സ്റ്റെല്ലയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. നീ കരുതിയിരുന്നോ നിങ്ങൾ ഒരിക്കലും ഹാപ്പിയായിട്ട് ജീവിക്കില്ല, ഞാനാ പറയുന്നത്. സ്റ്റെല്ല ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. ഓ, കേട്ടിട്ടുണ്ട്. എന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ചേച്ചി ഇപ്പോൾ പൊക്കോ. സേറ വീണ്ടും അവളെ കളിയാക്കി പറഞ്ഞു. സ്റ്റെല്ല ദേഷ്യത്തോടെ അവരെ 3 പേരെ നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പാവം ചമ്മിപ്പോയെന്ന് തോന്നുന്നു. അവൾ പോകുന്നത് നോക്കിയിട്ട് സേറ മിത്രയും ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. മിത്ര ചിരിയോടെ നിൽക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്റ്റിയുടെ മുഖത്ത് ചിരിയാണോ ദേഷ്യമാണോ അതോ പരിഭവമാണോ എന്നറിയാത്ത ഒരുതരം വികാരമായിരുന്നു. അത് കണ്ടതും അവൾ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു. സേറ, ഒരു സത്യം ഞാൻ പറയാം. കാരി നിന്റെ വലിയോപ്പയുടെ ഫ്രണ്ടിൻ്റെ മകളാ പോയ സാധനം. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. എനിക്കതിനെ തീരെ ഇഷ്ടമല്ല. മിത്ര അവൾ പോയ വഴിയെ നോക്കി സേറയോട് പറഞ്ഞു. എനിക്കതിനെ പണ്ടേ ഇഷ്ടമല്ല. ആ സാധനത്തിന് അല്ലെങ്കിലും 2 അടി ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ. പണ്ട് വീട്ടിൽ വരുമ്പോൾ അവൾ ഓരോന്ന് കാണിച്ചിട്ട് മമ്മിയെ കൊണ്ട് എന്നെ തല്ലുകൊള്ളിക്കും. നിനക്ക് ഓർമ്മയില്ലേ? വല്ലാത്തൊരു ക്യാരക്ടറാ പുല്ലിന്. സേറ പറഞ്ഞത് മിത്ര അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഇച്ചാൻ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ?
ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി സേറ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട് ക്രിസ്റ്റി അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഓ, ക്രിസ്റ്റിക്കുട്ടൻ ടെററായെന്ന് തോന്നല്ലോ മിത്രേ, അവൾ നഖം കടിച്ചു പറഞ്ഞു. നീ തന്നെയല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചത്. സത്യം പറയാലോ, ആദ്യത്തെ നിന്റെ അഭിനയം കണ്ടപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു. നീ ചേട്ടനെ തെറ്റിദ്ധരിക്കുവാണോ എന്ന് ഞാനും ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. അത് മാത്രോ, അത്രയും നേരം കോൺഫിഡൻസോടെ നിന്ന ചേട്ടൻ നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ വല്ലാതെയായി. മിത്ര അവളെ നോക്കി പറഞ്ഞു. എടി, ഞാൻ ആ പിശാചിനെ ഒന്ന് പറ്റിക്കാനും ഇച്ചായൻ്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാനും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. നിനക്കറിയാലോ, എത്ര നാളായിട്ട് ഞാൻ ഇച്ചായൻ്റെ പുറകെ നടക്കുക എന്നെ ഒന്ന് ഇഷ്ടമെന്ന് പറയിപ്പിക്കാൻ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് അവസരമായെന്ന് തോന്നി. അതാ കുഴപ്പമായോ? അവൾ നഖം കടിച്ചുകൊണ്ട് മിത്രയോട് ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. നീ ആയി നിന്റെ കെട്ടിയോനായി. ഞാനെന്തായാലും വീട്ടിലേക്ക് പോവാം. നീ പോയി നിന്റെ ഇച്ചായനെ സമാധാനിപ്പിക്കാൻ നോക്ക്. അതും പറഞ്ഞ് മിത്ര ഡ്രസ്സ് വാങ്ങിച്ചതും എടുത്തിറങ്ങി. സേറ ഡോർ ലോക്ക് ചെയ്തു. പിന്നെ നഖം കടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി. തെമ്മാടി, എന്നെ തല്ലിയിട്ട് എന്നോട് പിണങ്ങിയിരിക്കുന്നോ? ഇന്ന് ഞാൻ കാണിച്ചു തരാം. എവിടെ എവിടെയാ തെമ്മാടി? അതും പറഞ്ഞ് അവൻ പോയ വഴിയെ പോയിരുന്നു. അവൾ ചാടിത്തുള്ളി അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്ത് നിന്ന് മുറിയിലേക്കായിരുന്നു പോയിരുന്നത്. അവൾ മുറിയിലേക്ക് ചെന്നതും കട്ടിലിൽ കിടക്കുന്ന അവനെയാണ് കണ്ടത്. എന്തോ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ എളിയിൽ കുത്തി നിന്നുകൊണ്ട് അവനെ നോക്കി. അവൾ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ടും അവനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യാതെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. ഇയർഫോണും വെച്ചിട്ടുണ്ട്. താൻ അടുത്ത് ചെന്നിട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്ന അവനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. സേറ, നീ എന്തേ കാണിക്കുന്നേ? ഫോൺ ഇവിടെ താടി. അവൻ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഇതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തോ ഇതിലുള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് അവൾ ആ ഫോണിലേക്ക് നോക്കിയതും അത് ലോക്കായി പോയിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ അവളെ തിരികെ നോക്കി. ഇതിൻ്റെ പാസ്വേഡ് എന്താ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പറയാൻ എനിക്ക് സൗകര്യമില്ല. ഫോൺ ഇവിടുത്താ. ആൺപിള്ളേരുടെ ഫോൺ എടുക്കരുതെന്ന് നിനക്കറിയില്ലേ? അവൻ കപടദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അയ്യ, അതെവിടുത്തെ നിയമോ? ആൺപിള്ളേരുടെ ഫോൺ നോക്കരുത് പോലും. ഇതിന് ഞാൻ കണ്ട ആൺപിള്ളേരുടെ ഫോണൊന്നും അല്ലല്ലോ നോക്കിയത്. എൻ്റെ കെട്ടിയോൻ്റെ ഫോണാണ് നോക്കുന്നത്. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെ ആയാലും നോക്കുന്നത് തെറ്റാ. ഫോൺ ഇങ്ങോട്ട് തന്നേ. അവൻ അവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും അവളത് പുറകിലേക്ക് മാറ്റിപ്പിടിച്ചു. ഇസാൻ എന്തൊക്കെ പറഞ്ഞാലും ഇസാൻ എന്താ നോക്കിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് കാണണം. എനിക്കിതിൻ്റെ പാസ്വേഡും അറിയണം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാശിയോടെ പറഞ്ഞു. പാസ്വേഡ് പറഞ്ഞു തന്നാൽ നിനക്ക് സമാധാനമാകുമോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ആ, ആകും. അവൾ മറുപടി പറഞ്ഞു. ശരി, എൽ പാറ്റേൺ അടിക്ക്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഫോൺ എടുത്തിട്ട് അതിൽ അവൻ പറഞ്ഞതുപോലെ പാസ്വേഡ് അടിച്ചു. പെട്ടെന്ന് ഫോൺ അൺലോക്കായി. അയ്യേ, ഇതെന്താ? അത് കണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് അവന് ചിരി വന്നു. എന്താ സെറ, അതിലൊരാണും പെണ്ണും കൂടി ഉമ്മ വെക്കുന്നു. അവൻ നോർമലി പറയുന്നത് പോലെ അവളോട് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അല്ലേ ഇച്ചായൻ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്? അവൾ സംശയത്തോട് ചോദിച്ചു. അതെ. അവൻ അവളെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു. അയ്യേ, വൃത്തികേട്. അതും പറഞ്ഞ് അവൾ ആ ഫോൺ അവന് തിരികെ കൊടുത്തു. ഇതിലെന്താ വൃത്തികേട്? നീ എന്താ ഉമ്മ വെക്കുന്ന ആദ്യമായിട്ട് കാണുവാണോ? എത്ര എണ്ണം ഞാൻ അറിഞ്ഞ് പുറഞ്ഞ് നിനക്ക് തന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ അയ്യേ വൃത്തികേടൊന്നും ഞാൻ കണ്ടില്ലല്ലോ. എല്ലാം കണ്ണടച്ച് വാങ്ങുമല്ലായിരുന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. അതും കൂടി കേട്ടതും അവൾക്ക് ആകെ ചളുപ്പ് തോന്നി. എന്തേ, നാണം വരുന്നോ? അവളുടെ മുഖത്തെ ചളുപ്പ് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോയേ, ഞാൻ പോവുക. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ 2 കണ്ണുകളും അടച്ച് അവയെ സ്വീകരിച്ചു. നെറ്റിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പോയത് അവളുടെ കവളിലായിരുന്നു. 2 കവളിലും അവനൊന്ന് അമർത്തി മുത്തി. അവളും അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് ഉയർന്നു പൊങ്ങി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവൻ്റെ 2 കവളിലും നെറ്റിയിലും ചുണ്ടിലും ഒന്ന് ചുംബിച്ചിരുന്നു. സെറ, ഐ നീഡ് യു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് മറുപടി ഒന്നും തന്നെ പറയാതെ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഗാഢമായ ഒരു ചുംബനം. അവളുടെ ചുണ്ടിൻ്റെ മൃദുലതയിൽ അവനും അലിഞ്ഞു ചേർന്നു. ഇറ്റ്സ് റിയലി സോഫ്റ്റ്. അവൻ അവളുടെ ചുണ്ടിനെ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.